Good afternoon to all. Good afternoon. Good നിങ്ങളിപ്പോ ഏത് പോർഷൻ ആണ് കാണുന്നത്? നിങ്ങൾ സ്ക്രീനിൽ ഏത് പോർഷൻ ആണ്? സ്ക്രീൻ ഷെയർ ചെയ്തിരുന്ന പോർഷൻ ഏതാണെന്ന് പറയാമോ? Good afternoon. റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണോ? അതെ മാം. ഒന്ന് വെയിറ്റ് ചെയ്തോ. പോർഷൻ അവിടെ വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ എന്തെങ്കിലും വിശേഷ സുഖാണോ? അയ്യോ, സുഖാണല്ലോ. ആരോട് ചോദിക്കേ? ഇല്ല, മിണ്ടാത്ത പിള്ളേരോടാണ് ചോദിക്കുന്നത്. അസുഖാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് എടുക്കുന്ന ചാപ്റ്റർ ഏതാണ്? മോഡ്യൂൾ 3 ചാപ്റ്റർ എത്രയാണ്? ചാപ്റ്റർ 8 ആണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. അതില് നമ്മള് പേഷ്യന്റ് കെയർ വരെ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ഏതാണ്? സേഫ്റ്റി ആൻഡ് ട്രാഫിക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സേഫ്റ്റി ഇൻ ട്രാഫിക്. ശ്രദ്ധിച്ചിരിക്കാട്ടോ. Wheel brakes. Locking wheel brakes to secure wheelchair or stretcher in place before loading or unloading a patient, assisting a patient on and off the chair. അതായത് നമ്മുടെ വീൽ ചെയറിലൂടെ നമ്മൾ പേഷ്യൻസിനെ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും പേഷ്യന്റെ കൂടെ ഒരാളുണ്ടായിരിക്കണം. മീൻസ് അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം. അതുപോലെ തന്നെ
നമ്മള് വീൽചെയറിൽ കൊണ്ടുപോകുമ്പോൾ വീൽചെയറിലൂടെ നമ്മള് ഇപ്പോ പേഷ്യൻസിനെ കൊണ്ടുപോവാണ് അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നതിന് മുന്നും അല്ലെങ്കിൽ അൺലോഡ് ചെയ്യുന്നതിന് മുന്നും നമ്മൾ എന്ത് ചെയ്യണം, വീൽചെയർ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. കാരണം അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൺ ഓഫ് ദ സേഫ്റ്റി rule in safety traffic. Okay. Then next one is the safety belts. Safety belts to base belts or side tails structures to protect patients from falling while transporting. അതായത് നമ്മള് സ്ട്രെച്ചേഴ്സിലാണെങ്കിലും അല്ലെ, സ്ട്രെച്ചേഴ്സിലാണെങ്കിൽ നമ്മൾ പേഷ്യൻസ് ഇപ്പോ എന്തെങ്കിലും കോൺഷ്യസ് ആയ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ സ്ട്രെച്ചേഴ്സിൽ കൊണ്ടുപോകില്ല, അത് പോട്ടെ. എന്നാലും സ്ട്രെച്ചേഴ്സിൽ പേഷ്യന്റ് നമ്മൾ കൊണ്ടുപോകുമ്പോ എപ്പോഴും എന്ത് ചെയ്യണം, ബെൽറ്റ് അല്ലെ, നമ്മള് എപ്പോഴും ബെൽറ്റ് വെയർ ചെയ്യണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യന്റ് പെട്ടെന്ന് അതിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് ഇടുന്നത് അല്ലെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇനി എന്താണ്, കാർഡ്സ്, steel chair structures. Push carts, steel chair structures slowly watch your way ahead of you. നമ്മള് സ്റ്റീൽ ചെയർ ആണെങ്കിലും സ്ട്രെച്ചേഴ്സ് ആണെങ്കിലും പുഷ് കാർട്സിലാണെങ്കിലും കൊണ്ടുപോകുമ്പോ മുന്ന് നമ്മള് എന്താണ്, വാച്ച് യുവർ വേ അഹെഡ് ഓഫ് യു. നമ്മള് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പോകുന്ന വഴിയെല്ലാം ക്ലിയർ ആണോ, നമ്മൾ മുന്നോട്ട് നോക്കി ശ്രദ്ധയോടെ തന്നെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുപോകുക. ഓക്കെ. Then ramp. Control stretchers and wheelchairs from lower side while going up or down ramp. നമ്മള് റാമ്പിലൂടെ പോകുമ്പോ നമ്മള് സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ വീൽചെയറിനെ നമ്മള് കൺട്രോൾ ചെയ്യും. ഓക്കെ. റാം മീൻസ് എങ്ങനെയാണ്, റാം പറയോ നിങ്ങൾക്ക്? What is mean by ram? എന്താണ് റാം എന്താ ഉദ്ദേശിക്കുക, പറയൂ. എപ്പോഴും ടീച്ചേഴ്സ് ആയോ പറഞ്ഞുതരാ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാലോ അല്ലെ. സ്ലോപ്പ് ഷേപ്പ് ആണ്, കറക്റ്റ്. ഇതിലൂടെ പോകുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൺട്രോൾ ചെയ്യണം. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. Swinging door. Take vehicle to a swinging door, never ram through. വെഹിക്കിൾ എപ്പോഴും സ്വിംഗിങ് ഡോറിൽ കൊണ്ടുപോകും. സ്വിംഗിങ് ഡോർ എന്താ, what is swinging door? മൂവബിൾ ഡോർ എന്ന് പറയാം. അടിപൊളിക്കുന്ന ഡോർ, അതായത് നമ്മൾ ഓപ്പൺ ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യുന്ന ഡോറാണ് സ്വിംഗിങ് ഡോർ. അതിലൂടെ നമ്മൾ വെഹിക്കിൾ കൊണ്ടുപോകാം, അല്ലാതെ റാമ്പിലൂടെ കൊണ്ടുപോകാൻ പാടില്ല. റാം പാട്ടോ, നോട്ട് റാം, ഇറ്റ്സ് എ റാം. ഒരു ഈ അവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ. Then elevator. Before entering or leaving an elevator with a wheelchair or stretcher, make sure that floor is at level. The wheelchair is always back first. ഇപ്പോ നമ്മള് എലവേറ്റർ എന്ന ലിഫ്റ്റ് ആണ് അല്ലെ, ലിഫ്റ്റിലൂടെ നമ്മള് വീൽചെയർസോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സോ കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കറക്റ്റ് ആയിട്ട് ലിഫ്റ്റ് അവിടെ നിന്നിട്ടുണ്ടോ, എന്താണ് ഫ്ലോർ ലെവലിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രം നമ്മൾ പുറത്തോട്ട് കിടക്കാം. അതും വീൽചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. വീൽചെയറിന്റെ എന്തായിരിക്കണം, ബാക്ക് ആയിരിക്കും ഫസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. Then transporting. Transport patients' feet first have an assistant gate at front. Patients transport ചെയ്യുമ്പോൾ transport ചെയ്യുന്ന പേഷ്യൻസിന്റെ feet ഫസ്റ്റ് വരണം. ആ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ തലയാണോ അത് കൊണ്ടുപോകുക, അല്ലല്ലോ അല്ലെ, തലഭാഗത്ത് നമ്മൾ പിടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. Okay. Then parking. Park the wheelchairs or structures out of the way of traffic at one side of the corridor. കോറിഡോറിന്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യുക. അതും ആ ഒരു സൈഡിലുള്ള വൺ സൈഡ് ഓഫ് ദി കോറിഡോറിന്റെ അവിടെ വീൽചെയർസും സ്ട്രക്ചേഴ്സും ഒന്ന് പാർക്ക് ചെയ്യും. These are the points these are the points, these are the safety rules in traffic. Okay, clear ana? Okay, then let's read it. Okay.
ഓക്കെ, വായിച്ചല്ലോ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? എന്ത് ഡൗട്ട് വരാനാണത്? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ശരിയല്ലേ? അല്ലെ? പോയോ നിങ്ങള്? ക്ലാസ്സിലുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരാള് മാത്രം, 2, 3, എത്ര പേരുള്ളൂ? 4, 5, ആ വരട്ടെ വരട്ടെ. ആ ആ കുറച്ചും കൂടെ. നിങ്ങളിപ്പോ ചിരിക്കുകയാണോ? അത് ചുമ്മാ ഇരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണിപ്പോ? സ്ഥിരം വട്ടാന്ന് പറയും നിങ്ങൾ അല്ല, അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? എനിക്ക് ഇങ്ങനെയൊക്കെ വട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ഇല്ല. നല്ല പിള്ളേ. ചില സാധനത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് എന്തോ വട്ടുണ്ട്. കുഴപ്പമില്ല, അടുപ്പിക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് മതി. പിന്നെ എനിക്ക് ബോറടിക്കാതിരിക്കണ്ടേ അല്ലെ? ഞാൻ ഈ രാവിലെ ഒരു ക്ലാസ് ആണേ, അപ്പൊ എനിക്ക് ഒരു റിലാക്സേഷൻ വേണ്ടേ? അപ്പൊ ഇങ്ങനെ ചുമ്മാ സംസാരിക്കാം. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും റിലാക്സ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, മതി. ഇനി നെക്സ്റ്റ് ടോപ്പിക്, സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. ഓക്കെ, you have dropped the little things on the floor like banana peelings, flower petals, pencils, broken glass, etc. അതായത് ട്രിപ്സ് ആൻഡ് ഫോൾസ് മീൻസ് എന്താണ്? എന്തെങ്കിലും ക്ലോസിൽ എന്തെങ്കിലും തിങ്സ് അതുപോലെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇലക്ട്രിക് അല്ലെ, ഷോക്ക് ഏൽക്കാതിരിക്കാനോ അങ്ങനെ കുറച്ച് സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? ഒരെണ്ണം എന്താണ്? gather up little things on the floor like banana peelings or flower petals or pencils or broken glasses ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ക്ലീൻ ചെയ്യാം, gather up ചെയ്യാം, ക്ലീൻ ചെയ്യും. Then clean liquid spill instantly, block off the area until it is cleaned. ക്ലീൻ ചെയ്ത ഏരിയയിൽ അതിന്റെ ലിക്വിഡ് സ്പിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. Okay, then keep drawers and cabinet doors closed, especially doors of wall or mounted cabinets. അതായത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നല്ല, ഡ്രോവേഴ്സും അതുപോലെ തന്നെ ക്യാബിനറ്റിന്റെ ഡോർസ് എല്ലാം ക്ലോസ് ചെയ്യാം. എസ്പെഷ്യലി ഡോർസ് ഓഫ് വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. വാൾ ഓവർഹെഡ് ആയ മൗണ്ടഡ് ക്യാബിനറ്റ്സിന്റെ ഡോർസ് എല്ലാം എസ്പെഷ്യലി അത് ക്ലോസ് ചെയ്യാൻ നോക്കാം. അതായത് ഒരു ഡ്രോസും ഒരു ഡോറും ഒന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യണം. സോ അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കാം. Okay, then beware of electric cords. You may easily trip. Please them out of the way. അതായത് electric cords എന്തെങ്കിലും ട്രിപ്പ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ഷോപ്പിടിക്കും. അല്ലെ? Then do not use fingers to collect a broken glass. Use a brush or pan instead. അതായത് നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചിലുകൾ എടുക്കാതിരിക്കുക. Take one stair at a time. Always use handrails while walking up or down the stairs. ഒരു ടൈമില് നമ്മൾ ഒരു സ്റ്റെയർ യൂസ് ചെയ്യാം, വൺ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. അതും നമ്മുടെ സ്റ്റെപ്പ് കയറുമ്പോൾ ഹാൻഡ്രൈൽസ് യൂസ് ചെയ്യാം. അത് മുളക് പോവാണെങ്കിൽ താഴേക്ക് പോവാണെങ്കിൽ എങ്ങനെ പോവാണെങ്കിലും സ്റ്റെയർ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാൻഡ്രൈൽസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കയറാം. Then place objects carefully overhead. Objects which are kept carelessly may drop and hurt people. അതായത് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുൾ യൂസ് ചെയ്യുക. അതെങ്ങാനും താഴെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് കെയർഫുൾ ആയിട്ട് നമ്മൾ കീപ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്ത് സേഫ്റ്റി അഗെയിൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. അതായത് കുറച്ച് റൂൾസ്. ഓക്കെ, ക്ലിയർ ആണോ? ഫ്ലോർ ക്ലീൻ ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഫ്ലോർ ക്ലീൻ ചെയ്യാം. ലിക്വിഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി അതർ തിങ്സ് ആയിക്കോട്ടെ, ഫ്ലോറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ്? ഡോർസും ക്യാബിനറ്റ്സിന്റെ ഡോറും ഡ്രോവേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യുക. ആൻഡ് ഇലക്ട്രിക് വയേഴ്സ് ആണെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ട്രിപ്പ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് അടിച്ചിട്ട് ഇമ്മീഡിയറ്റ് റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കുക. പൊട്ടിയ ഗ്ലാസ് നിങ്ങൾ കൈകൊണ്ട് എടുക്കാതിരിക്കുക. ഹാൻഡ്രൈൽസ് യൂസ് ചെയ്ത് സ്റ്റെയർകേസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക അല്ലെ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഹേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഈ പോയിന്റ്സ് കൂടെ ഒന്ന് വായിക്കാം. ഓക്കെ,
Okay, കഴിഞ്ഞല്ലോ. Next, safety in electric goods. Prevent wetness near switches, wire appliances. അറിയാലോ, നനവ് പാടില്ല പറയുന്ന electrical touch ചെയ്യുമ്പോൾ wetness പാടില്ല നമുക്ക് അറിയാലോ. അതന്നെ, prevent wetness near switches, wire appliances. Then protect cords. Heat and oil abuse will damage electric insulation. കോഡ് അല്ലെ, കോഡ്സിൽ അല്ലെങ്കിൽ ചെയ്യുന്ന വയേഴ്സിനൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുക, കോഡ്സിനെ വയറിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഡാമേജ് ആവും. Then inspect cords, plugs, switches and outlets regularly to make sure that they are not damaged. എപ്പോഴും റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം. ഇൻസ്പെക്ട് എന്തൊക്കെ ചെയ്യണം, കോഡ്, അതുപോലെ തന്നെ കോഡ്, പ്ലഗ്, സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്. ഓക്കെ, വയറിങ്ങും സ്വിച്ചസും പറയുന്ന ബോക്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ചെക്ക് ചെയ്യണം. എന്നിട്ട് ഡാമേജ് ഇല്ലാതെ ഉറപ്പുവരുത്തണം. Report electric faults instantly. A small shock, overheating, sparking or noise is an urgent warning. Electric faults എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്തൊക്കെയാണെങ്കിലാണ്, ചെറിയൊരു ഷോക്ക് ആണെങ്കിലും, അത് ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ, സ്പാർക്കിംഗ് ഉണ്ടോ, എന്തെങ്കിലും സൗണ്ട്സ്, നോയ്സ് ഉണ്ടോ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോ തന്നെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അല്ലെ, ഫോൾസ് നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. Do not use an electronic outlet when the plug does not fit accurately without change. നമുക്ക് നമ്മുടെ ബോക്സ് സ്വിച്ച് ബോർഡ് ഉള്ള സ്വിച്ച് ബോർഡിൽ നമ്മുടെ പ്ലഗ് യൂസ് ചെയ്യുമ്പോൾ പ്ലഗ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയില്ല എങ്കിൽ ആ ഒരിക്കലും നമ്മൾ ആ ബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല. സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യാതെ അത് ആ ഔട്ട്ലെറ്റ് മൊത്തത്തിൽ അത് ചേഞ്ച് ചെയ്യാം, മാറ്റാം. Then when connecting and disconnecting equipment, turn the on-off switches to off position. നമ്മള് കണക്ട് ചെയ്യുമ്പോഴും ഡിസ്കണക്ട് ചെയ്യുമ്പോഴും സ്വിച്ചസ് ഓണും ഓഫും ആക്കാൻ മറക്കരുത്. അല്ലെ, കണക്ട് ചെയ്യുമ്പോൾ ഓൺ ആക്കുക, ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യും. നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യമാണ് വീട്ടില്, വീട്ടിൽ ഒരു കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലോ. നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാറുണ്ടോ? ഓഫ് ആക്കാറുണ്ടോ? സത്യം പറയണം, ഓഫ് ആക്കാറുണ്ടോ? എല്ലാവരും ഓഫ് ആക്കാറുണ്ടോ? ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് സ്വിച്ച് ഓഫ് ആക്കാറുണ്ടോ? പറയൂ, ചെയ്യാറുണ്ടോ ഇല്ലയോ? ചെയ്യാറില്ല. അപ്പൊ ആക്കണം, നമ്മൾ വീട്ടിൽ ഫോണും കൊണ്ട് പോകും, ഓഫ് ചെയ്യും. അത് നല്ല കാര്യമല്ല, ഓഫ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നോട് തന്നെ പറയാറുണ്ടല്ലോ, ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു. Then make sure that the equipment is properly grounded. 3-wire ground plugs are good protection. Keep wire lamps free from contact with the curtains, furniture, vacuum materials. Equipments proper ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഗ്രൗണ്ട് മീൻസ് എന്താണ്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. അതുപോലെ തന്നെ ഈ കർട്ടൻ, ഫർണിച്ചർ, അവിടെ നിന്നൊക്കെ കോണ്ടാക്ട് വരാത്ത രീതിയിലാണോ വയറിൽ ലാമ്പ് എല്ലാം സെക്യൂരിറ്റി നോക്കാം. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എന്താണ് ഷോക്ക് വരാനുള്ള ഫയർ. Then do not use any portable electrical equipment until the engineering department checks it for safety. Engineering department അത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാതെ ഒരിക്കലും നമ്മൾ പോർട്ടബിൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത്രയാണ് കാര്യങ്ങൾ. എന്താണ് വയറെല്ലാം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അതാണ് നമ്മള് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, മെക്ഷ്യൂർ ചെയ്യുക, ഡാമേജ് ഉള്ളവരെ മെക്ഷ്യൂർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് സേഫ്റ്റി ഇൻ ഇലക്ട്രോണിക് ഗുഡ്സിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ,
ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് ഇത്രയും നേരം നമ്മള് സേഫ്റ്റി റൂൾസ് ആണ് പറഞ്ഞത് അല്ലെ. അത് പേഷ്യന്റ് കെയർ ആവട്ടെ, അതുപോലെ ട്രാഫിക്കിലാവട്ടെ, അതുപോലെ ഇലക്ട്രിക് ഗുഡ്സിലാകട്ടെ, ട്രിപ്സ് ആൻഡ് കോൾസിലാകട്ടെ, എല്ലാവർക്കും നമുക്ക് സേഫ്റ്റി റൂൾസ് ആണ് പറഞ്ഞത്. ഇനി സെക്യൂരിറ്റി ആണ് അല്ലെ. സെക്യൂരിറ്റിയെ കുറിച്ച് പറയാം. ഹൗ ദ ഹോസ്പിറ്റൽ സഫർ ലോസ്. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസ് ലോസ് സഫർ ചെയ്യുന്നത്, ലോസ് വരാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസ് ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, ഏതെല്ലാം വഴികളിലൂടെയാണ് നോക്കാം. എംബേഴ്സ്മെന്റ് പിൽഫറേജ്. എംബേഴ്സ്മെന്റ് പിൽഫറേജ് മീൻസ് തട്ടിപ്പ് അല്ലെങ്കിൽ എന്താണ് തട്ടിപ്പാണ്. ഫ്രോഡ് പണി ചെയ്യുമ്പോഴാണ് കേട്ടോ. അങ്ങനെയും വരാം. അതുപോലെ തന്നെ kickbacks and collusion, equipment theft. Kickbacks means കൈക്കൂലി അല്ലെ, കൈക്കൂലി. അതുപോലെ തന്നെ equipment theft-ലൂടെയും ഹോസ്പിറ്റൽസിന് ലോസ് സംഭവിക്കാം. അതുപോലെ പേഴ്സണൽ പ്രോപ്പർട്ടി theft-ലൂടെയും നമുക്ക് എന്താണ് ഹോസ്പിറ്റൽസ് ലോസ് സംഭവിക്കാവുന്നതാണ്. Then payroll fraud and theft that include fraud in punching the time clock. നമ്മള് ഓരോ ഏത് ക്ലബിലാണെങ്കിലും നമ്മള് എൻട്രി ചെയ്യുമ്പോ ടൈം പഞ്ച് ചെയ്യും. കറക്റ്റ് ടൈം നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ പഞ്ചിങ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പഞ്ചിങ് മെഷീനിൽ വരെ ഫ്രോഡ് കാണിക്കുമ്പോൾ അത് പേറോളില് ഫ്രോഡ് സംഭവിക്കും അല്ലെ. സോ അതിലൂടെയും ഹോസ്പിറ്റൽസിന് ലോസ് സംഭവിക്കും. Then cash theft that involves the main cashier, subsidiary cashier, obtaining cashier, fraudulent practicing purchasing, receiving and storing. Cashier ആകാം, അല്ലെങ്കിൽ subsidiary cashier ആവട്ടെ, canteen cashier ആവട്ടെ, എല്ലാവരും പർച്ചേസിലോ അല്ലെങ്കിൽ റിസീവിംഗ് ആൻഡ് സ്റ്റോർ ചെയ്യുന്ന ഏജൻസിലൊക്കെ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ട് അതിലൂടെ ക്യാഷ് തട്ടാൻ ചാൻസ് ഉണ്ട്. ക്യാഷ് തട്ടാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അതോടെ ഹോസ്പിറ്റൽസ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. Then fraud in registers, records, billings, fraud. അതായത് രജിസ്റ്റർ ചെയ്യുമ്പോഴും റെക്കോർഡ്സിലും ബില്ലിങ്ങിലൊക്കെ ഫ്രോഡ് വരാൻ കാണിച്ചിട്ട് ഹോസ്പിറ്റൽ സംഭവിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളിലാണ് ഇന്ന് ഹോസ്പിറ്റൽസ് സഫർ ലോസ് അല്ലെ. അപ്പോ ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം പഠിക്കേണ്ടത് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ എക്സാം വരുന്ന ടൈമിൽ പറഞ്ഞുതരാം. കാരണം കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ടേം 1 എക്സാമില് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതല്ലോ. സോ അതിനെ ബേസ് ഒക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ശരിയല്ലേ? സോ അങ്ങനെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ പോരെ, അല്ലാതെ ടെക്സ്റ്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടോ? അണ്ടർലൈൻ ചെയ്ത് പോകുന്നത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുതരാനാണ് അല്ലെ. അത് ഞാൻ ആ ടൈമില് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഐ തിങ്ക് സോ. എങ്ങനെയാണ് തോന്നുന്നത്? അതർവൈസ് നമ്മുടെ ടെക്സ്റ്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നമ്മൾ വായിക്കേണ്ടതാണ്. ക്ലിയർ? അപ്പൊ എക്സാം വരുമ്പോ ഞാൻ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ടൈമിൽ മാത്രം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനി പ്രശ്നമുള്ളൂ, അതൊരു കഴിഞ്ഞ് നമുക്ക് നിർത്താം. അല്ലെങ്കിൽ ഇപ്പോ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആവണ്ട അല്ലെ? അല്ലെങ്കിൽ മതിയല്ലോ, മതിയില്ലേ? മതി, ഇത്ര എടുത്താൽ മതി കേട്ടോ. ഇനി എടുക്കുന്നില്ല ഞാൻ, കണ്ടിന്യൂഷൻ ആണ്. ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോള്, ഫിസിക്കൽ സെക്യൂരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയറൽ സെക്യൂരിറ്റി വരുന്നത്. ഈ രണ്ട് ടോപ്പിക് മാത്രം എടുക്കാനുള്ളൂ കേട്ടോ. അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇത്രയും പോർഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ എടുത്തു എന്ന്? സേഫ്റ്റി ഇൻ ട്രാഫിക് എടുത്തു, സേഫ്റ്റി ഇൻ സ്ട്രിപ്സ് ആൻഡ് കോൾസ് എടുത്തു, അതുപോലെ തന്നെ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ് എടുത്തു, അതുപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റീസ് ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന ലോസ്, ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വഴിയിലൂടെയാണ് വരുന്നത്. കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇതൊക്കെയാണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ? എന്തൊക്കെയാണ് സേഫ്റ്റി ട്രാഫിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വായിച്ചു നോക്കി. ആദ്യം മുതൽ എടുത്ത പോർഷൻസ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസർ നോക്കൂട്ടോ. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഒന്ന് വായിക്കും.
ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ട്രാഫിക്കില് നമ്മൾ പാലിക്കേണ്ട കുറച്ച് സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ് അറിയൂ? അറിയണ്ട, ഓർത്ത് വെച്ചാൽ മതി, പറയണ്ട. പറയാൻ നിങ്ങൾ പറയില്ലല്ലോ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കിട്ടുന്നുണ്ടോ നോക്ക്, ആലോചിക്കൂ. ഓക്കെ, കിട്ടുന്നുണ്ടോ? വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബെൽസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് സ്ലാബിലേക്ക് കൊണ്ടുപോകേണ്ടത്, സ്പിന്നിംഗ് ഡോറിലൂടെ കൊണ്ടുപോകേണ്ടത്, റാമ്പിലൂടെ നമ്മള് പോകുമ്പോൾ കെയർഫുൾ ആയിരിക്കണം, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്, എലിവേറ്ററിലൂടെ ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? എലിവേറ്റർ കറക്റ്റ് നമ്മുടെ ഫ്ലോർ ലെവലില് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടോ, ലെവലാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യണം? ബാക്ക് സൈഡ് ആയിട്ടാണ് ഫസ്റ്റ് വരേണ്ടത്. ഇങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഫീറ്റ് ആയിരുന്നു ഫസ്റ്റ് വരേണ്ടത്. അതുപോലെ പാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, വീൽ ചെയർസിന് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? പാർക്ക് ചെയ്യേണ്ടേ ഒരു കോർണറിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ട്രാഫിക്കിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. ട്രിപ്സ് ആൻഡ് ഫോൾസ് എന്തൊക്കെയാ ശ്രദ്ധിക്കുക? ഫ്ലോർ അല്ലെ, ആരും ചോദിക്കുന്നത് ഞാൻ തന്നെ പറയുന്നു, ചോദ്യം ഞാൻ തന്നെ ആൻസർ കൊടുക്കും. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഫ്ലോർ ചെക്ക് ചെയ്യണം, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ നോക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാം. ആയിക്കോട്ടെ, ക്ലീൻ ചെയ്യുക. പൊട്ടി ഗ്ലാസ് ഒക്കെ കൈകൊണ്ടെടുക്കാതിരിക്കുക. എന്താണ്, സ്റ്റെയർകേസ് യൂസ് ചെയ്യുമ്പോൾ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാം. ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുക. ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് കോഡ്സ് കുറച്ച് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് കോഡ്സ്. അവിടെ എന്തൊക്കെയാ വരാ? നോർമലി നമ്മൾ വീട്ടിലോ ഇലക്ട്രിക് നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് അല്ലെ. നനഞ്ഞ കൈകൊണ്ട് വരാതിരിക്കുക, ഹീറ്റ് ആകുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലും ഡാമേജ് വരുന്നു. പ്ലഗ്സും സ്വിച്ചും ഔട്ട്ലെറ്റ്സ് ഒക്കെ നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് കാണുന്നത് റിപ്പോർട്ട് ചെയ്യുക, റിപ്പയർ ചെയ്യുക. സ്മോൾ ഷോപ്പ് ഉണ്ടോ, സ്പാർക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം അതൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലഗിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും പ്ലഗ് യൂസ് ചെയ്യാതിരിക്കുക. അത് മൊത്തത്തിൽ പ്ലഗ് അല്ല, മൊത്തത്തിൽ ഔട്ട്ലെറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഓണും ഓഫ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുക, മെക്ഷ്യൂർ ചെയ്യുക. അതുപോലെ തന്നെ പ്ലഗ്സ് അല്ലെ, പ്ലഗ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള നോക്കാം. പിന്നെന്താ, കേർട്ടൻ അല്ല, കേർട്ടന്റെ സൈഡിലൊന്നും ഫർണിച്ചറിന്റെ അടുത്തൊന്നും ഈ പറയുന്ന ലാംസ് വൈറസ് ഒന്നും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഫയർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാതെ, സേഫ്റ്റി ഉറപ്പുവരുത്താതെ നമ്മുടെ പോസിബിൾ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് എന്താ ഇലക്ട്രിക് വരുന്നത്. സഫർ ലോസ്, ഇതൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുക. ഫ്രോഡ് തരം കാണിച്ചാൽ എവിടെ അല്ലെ, ഫ്രോഡാണ്. ഫ്രോഡ് തരം കാണിച്ചാൽ ഏത് ഫോം ആണെങ്കിലും ലോസ് സംഭവിക്കും. അങ്ങനെയാണ്. അതെവിടെയൊക്കെയാണ്? Embarrassment pilferage. Embarrassment pilferage means tax എന്താ പേഴ്സണൽ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ തന്നെ പഠിക്കാം കേട്ടോ. പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലാസ് ഓക്കെ ആണോ? പറയൂ, ക്ലാസ് ഓക്കെ ആണോ? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ നോർമലി പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് അല്ലേ. എക്സാമിന് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ഒരുപാട് കൺഫ്യൂഷൻ ആക്കാനോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നുമല്ല. അപ്പൊ ആ രീതിയിൽ മാത്രം ഈ ചാപ്റ്റർ അപ്രോച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് ഓക്കെ ആണോ നിങ്ങൾക്ക്?
സ്പീഡ് ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? പറയൂ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറഞ്ഞോളൂ. സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ പതുക്കിയല്ലേ പോകുന്നേ അല്ലേ? വേണമെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ്. കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ബോറിംഗ് ആണോ? എന്തെങ്കിലും ഒന്ന് പറയുന്നു. ക്ലാസ് ബോറിംഗ് ആണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണെന്ന് വിചാരിക്കും. ബോറിംഗ് ആണോ? ആണെങ്കിൽ ആണെന്ന് പറ. ഞാൻ പോർഷൻ മാത്രം എടുത്തു പോകും. എന്ത് പറയുന്നു? ബോറിംഗ് ആണോ? എന്നിട്ടാണ് ക്ലാസ്സിൽ എല്ലാവരും പോയത്. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അങ്ങനെ പോഷൻ തീർന്നാൽ പോയായിരിക്കും അല്ലെ. നന്നായിട്ടൊന്ന് വാങ്ങിച്ചു നോക്കൂട്ടോ. ബോറില്ല. എന്നാ പിന്നെ സംസാരിച്ചൂടെ? നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് മിണ്ടാത്തത്. ആണോ? അതാണെന്ന് പറഞ്ഞു കേട്ടോ. ആണോ? അല്ല. അതിന് റിപ്ലൈ ഇല്ല. പിന്നെ എന്താ? എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഞാൻ പറയാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇത്രയും പോർഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതെടുത്തതിന് ശരിയാവില്ല. ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതുപോലെ തന്നെ പുതിയ ചാപ്റ്ററും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you all. Let's join the please class. Bye to all and see you on next class. Okay.